ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് മാർപ്പാപ്പ. ലോകക്രമത്തെ പോലും പലപ്പോഴും സ്വാധീനിക്കാൻ കഴിവുള്ള ആ പദവിയിലിരുന്നവർ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചവരാണ്. മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലേക്ക് ക്രിസ്തു ശിഷ്യനായ പത്രോസിനെയാണ് ആദ്യത്തെ മാർപ്പാപ്പയായി കത്തോലിക്കർ കണക്കാക്കുന്നത്. 5-ാം നൂറ്റാണ്ടോടെ ക്രിസ്തുമതത്തിന്റെ കേന്ദ്രമായി റോം വളർന്നതോടെയാണ് മാർപ്പാപ്പയിലേക്ക് മതത്തിന്റെ പരമാധികാരമെത്തുന്നത്. റോമിനെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച നയതന്ത്ര ചാതുരിയുള്ള മാർപ്പാപ്പയായിരുന്നു ലിയോ ഒന്നാമൻ. റോം ആക്രമിക്കുന്നതിൽ നിന്ന് ആറ്റില ചക്രവർത്തിയെ പിന്തിരിപ്പിച്ച ലിയോ ഒന്നാമൻ AD 410 ആക്രമണശേഷം നഗരത്തെ പുനർനിർമ്മിക്കുന്നതിലും മുഖ്യ പങ്കുവഹിച്ചു. ക്രിസ്തുമത പ്രചാരണത്തിനായി ഏറെ പരിശ്രമിച്ച ഗ്രിഗറി ഒന്നാമൻ ജർമ്മൻ വംശജർ ഉൾപ്പെടെ പടിഞ്ഞാറൻ ജനതയെ പരിവർത്തനം നടത്തുന്നതിൽ വിജയിച്ച മാർപ്പാപ്പയായിരുന്നു. പുരാതന മതഭരണ കേന്ദ്രമായി റോമിന്റെ അവകാശം സ്ഥാപിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന പാസ്റ്റൽ ഒന്നാമൻ മാർപ്പാപ്പ ഗ്രീക്ക് സന്യാസവര്യർക്കും കലാകാരന്മാർക്കും അഭയം നൽകി. യൂറോപ്യൻ ചരിത്രത്തിൽ പ്രധാന ഏടായ ആദ്യ കുരിശുയുദ്ധത്തിന് നേതൃത്വം നൽകിയത് അർബൻ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ഏറെ പ്രശസ്തമായ സിസ്റ്റൈൻ ചാപ്പൽ പണികഴിപ്പിച്ച സിക്സ്റ്റസ് 4-ാമൻ മാർപ്പാപ്പയാണ് റോം നഗരത്തെ ആധുനിക വാസ്തുവിദ്യ വിസ്മയമാക്കിയത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പദവിയിലിരുന്ന പയസ് 6-ാമനോട് കൂടെയാണ് മാർപ്പാപ്പമാരുടെ ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നത്. ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ കത്തോലിക്ക സഭയെ സജ്ജമാക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള വ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ട 2-ാം വത്തിക്കാൻ സുനഹദോസിന് നേതൃത്വം നൽകിയത് യോഹന്നാൻ 23-ാമനായിരുന്നു. പോൾ 6-ാമൻ മാർപ്പാപ്പയായിരുന്നു വിവിധ വൻകരകളിലായി ശിഥിലീകരിച്ചു കിടന്ന ബിഷപ്പുമാരെ ഒരുമിപ്പിക്കുകയെന്ന ശ്രമകരമായ ഉദ്യമത്തിന് നേതൃത്വം നൽകിയത്. മതസൗഹാർദ്ദത്തിന് പ്രാമുഖ്യം നൽകിയ ജോൺ പോൾ 2-ാമൻ കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസത്തിന്റെ അന്ത്യം കുറിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഉറച്ച പുരോഗമന നിലപാടുകളുണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ നിരയിൽ പ്രമുഖനാണ് പോപ്പ് ഫ്രാൻസിസ്. റിസർച്ച് ഡെസ്ക് 24.